പ്രൈസ് ദ ലോർഡ്. നാഷണൽ അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് 1 ശമൂവേൽ 1:17 വാക്യമാണ്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ ഏലി പുരോഹിതൻ ദുഃഖിതയായ ഹന്നയോട് പറയുന്ന വാക്കുകളാണ്. 18 വാക്യം നാം ഇന്നലെ ധ്യാനിച്ചു. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഹന്ന അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പിന്നീട് അവൾ സങ്കടപ്പെട്ടില്ല. അവൾ ഏലി പുരോഹിതൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ദൈവത്തിൽ തൻ്റെ ആശ്രയം വയ്ക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് കൃപ പ്രാപിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ട്. നാം വിഷമത്തിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ, രോഗത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുമ്പോൾ നമ്മെ ആരെങ്കിലും കാണാൻ വരികയോ അവർ നല്ല വാക്കുകൾ പറയുകയോ ദൈവവചനം നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയോ നമുക്ക് പ്രത്യാശ നൽകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൽ ഒരു ബലമുണ്ടാകുകയാണ്. ആ ബലം നമ്മെ സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ എന്ന്. അതായത് നല്ല വാക്കുകൾ, ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, അനുഗ്രഹിക്കുന്ന വാക്കുകൾ നാം മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതാണ് അതിൻ്റെ ഒരു പ്രൂഫാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏലി പുരോഹിതൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്ക് വലിയ ആശ്വാസമായി. അന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത ഒരാശ്വാസവും. അങ്ങനെ കർത്താവിൽ അവൾ പൂർണ്ണമായി വിശ്വസിച്ച് പിന്നീട് സന്തോഷത്തോടുകൂടെ അതിൻ്റെ പ്രതിഫലവും പ്രാപിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ തന്നെയും വലിയ സ്വാധീനമുണ്ട്. വാക്കുകൾ, അതായത് എന്താണ് നമ്മൾ സദൃശവാക്യങ്ങളിൽ പറയുന്നത്? ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഇത് ഔഷധമാണ് അസ്ഥികൾക്ക്. അതായത് അസ്ഥികൾക്ക് ബലം തരുന്നു എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ധൈര്യം നൽകുന്നതാണ് ഇമ്പമുള്ള വാക്കുകൾ എന്ന് വെച്ചാൽ. അത് നമ്മുടെ മുഖസ്തുതി പറയുന്നതല്ല ഇമ്പമുള്ള വാക്കുകളെന്ന് വെച്ചാൽ. ദൈവവചനം പറഞ്ഞ്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്. അതായത് താമസിച്ചാലും ദൈവം കൃപ ചെയ്യും എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ സദൃശവാക്യങ്ങളിൽ പലയിടത്തും നല്ല വാക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ സദൃശവാക്യങ്ങൾ 15:23 എന്താ പറയുന്നത്? താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും, തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. അതായത് ഓരോരോ സന്ദർഭമനുസരിച്ച് ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം, എന്ത് വിധത്തിലുള്ള ഒരു സമാധാനിപ്പിക്കലാണ് ആവശ്യമെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നാം സംസാരിക്കണം. ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിന് വലിയ സന്തോഷം കൊടുക്കും. അതുപോലെ ആ വാക്കുകൾ അവരെന്നും ഓർത്തിരിക്കുകയും ചെയ്യും. അപ്പം മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സന്തോഷിപ്പിക്കുന്ന വാക്കുകളെക്കാൾ അധികമായി നമ്മുടെ ആ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, നാം പലപ്പോഴും ഓർക്കുന്നത് നമ്മെക്കുറിച്ച് ആരെങ്കിലും കുത്തുവാക്ക് പറയുന്നതും വേദനിപ്പിക്കുന്നതുമൊക്കെയാണ്. ഈ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ എപ്പോഴും നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. ആ ആളുമായിട്ടുള്ള ബന്ധം നമ്മൾ
എത്രയും ഇല്ലാതെ ഇരിക്കാനും ശ്രമിക്കും. കാരണം നമുക്ക് പേടിയാണ്, ആളിനോട് സംസാരിച്ചാൽ ഇനി എന്താണ് പറയാൻ പോകുന്നത്, ഏത് വിധത്തിലാണ് ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നത്, ഏത് വിധത്തിലാണ് വേദനിപ്പിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ദൈവമക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസമുള്ളതായിരിക്കണം, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം അല്ലെങ്കിൽ വ്യത്യാസം അല്ലെങ്കിൽ വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമാകുന്ന വിധത്തിൽ നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ തക്ക സമയത്തുള്ള ഒരു വാക്ക് ഹേതുവായിട്ടാണ്, അതായത് എന്താണ് സദൃശവാക്യങ്ങൾ പറയുന്നത്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെ അത്ര മനോഹരമാണ്, കാഴ്ചയ്ക്ക് മനോഹരമായ ഒരു കാര്യമാണ്. അത് ഒരു പൊയറ്റിക് സ്റ്റൈലിൽ ഈ സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അനുഗ്രഹിക്കുന്ന വാക്കുകൾ, പൊള്ള വാക്കുകളല്ല, നന്മയ്ക്കായിട്ടുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും ഉതിരട്ടെ. ദൈവം നമ്മെ അത് നിമിത്തം കൂടുതലായി അനുഗ്രഹിക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുമ്പോൾ നാം ആ അനുഗ്രഹത്തിന് കാരണഭൂതരാകുന്നു എന്നുള്ളത് നമ്മിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ട് ഉതകുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.